ദക്ഷയാഗത്തിൻ്റെ മണ്ണാണ് കൊട്ടിയൂർ. വൈശാഖം പിറന്നാൽ ഈ യാഗഭൂമിയിൽ ഉത്സവം തുടങ്ങിയായി. 28 ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് നടക്കാറുള്ളത്. അതായത് മലയാള മാസം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഇവിടുത്തെ വിശ്വപ്രസിദ്ധമായ വൈശാഖോത്സവം. മഞ്ഞും മഴയും കാനനത്തിൻ്റെ പ്രകൃതി ഭംഗിയും നിറച്ചാർത്തേകുന്ന ഉത്സവം. ദക്ഷിണ കാശി എന്നാണ് കൊട്ടിയൂർ അറിയപ്പെടുന്നത്. വൈശാഖോത്സവ സമയത്ത് ലക്ഷക്കണക്കിന് ഭക്തർ ദർശന സായുജ്യം തേടി ഇവിടെ എത്തിച്ചേരുന്നു. പരശുരാമൻ ഭക്തജനങ്ങൾക്ക് വേണ്ടി ത്രിമൂർത്തികളെല്ലാം വിളിച്ച് ഒരിക്കൽ കൂടി ദക്ഷയാഗം പുനരാവിഷ്കരിച്ച യാഗഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ദക്ഷയാഗം നടന്ന സ്ഥലം ഉത്തർപ്രദേശിലെ ദക്ഷേശ്വർ എന്ന ക്ഷേത്ര പരിസരത്താണ് എന്നാണ് പറയുന്നത്. കണ്ണൂർ ജില്ലയിലെ ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും. ബാവലിപ്പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ, തെക്ക് ഭാഗത്തുള്ളത് ഇക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് വൈശാഖോത്സവം നടക്കാറുള്ളത്. ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ചാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ള അമ്പലങ്ങളിലെ പോലെ ശ്രീകോവിലോ ചുറ്റമ്പലമോ ഇവിടെയില്ല. ഒരു ചെറിയ പാറപ്പുറത്ത് സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. സതീദേവി യാഗാഗ്നിയിൽ അന്തർദാനം ചെയ്ത സ്ഥലത്ത് ദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരിക്കൽ ഒരു കുറിച്ച യുവാവ് തൻ്റെ അരിവാളിനെ മുറിച്ചു കൂട്ടുന്നതിന് വേണ്ടി ഇവിടെ പാറപ്പുറത്ത് ഒരു കല്ലിന്മേൽ ഉരച്ചപ്പോൾ അതിൽ നിന്നും ചോരയൊഴുകി. അങ്ങനെയാണ് ഇവിടെ ശിവചൈതന്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലായത്. ശിവഭഗവാൻ സ്വയംഭുവായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെയാണ് മണിത്തറ എന്നറിയപ്പെടുന്നത്. സതീദേവി അന്തർദാനം ചെയ്ത സ്ഥലത്തെ അമ്മാരത്തറ എന്നും അറിയപ്പെടുന്നു. ചുറ്റിയുള്ള ഒരു ചെറിയ ജലാശയം പോലെയുള്ള പ്രദക്ഷിണ വഴിയാണ് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്നത്. പ്രദക്ഷിണ വഴി എപ്പോഴും ജലം ഉണ്ടായിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള സ്ഥലമാണിത്. 30 മുക്കോടി ദേവകളും ത്രിമൂർത്തികളും ഒന്നിച്ചു ചേർന്ന് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ. സതീദേവിയുടെ പിതാവായ ദക്ഷൻ സർവൈശ്വര്യത്തിനായി നടത്തിയ ദക്ഷയാഗത്തിന് ക്ഷണിക്കപ്പെടാതെ തന്നെ സതീദേവി എത്തുകയായിരുന്നു. അവിടെ വെച്ച് സതീദേവിയുടെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അപമാനിച്ചു. ഇതിൽ മനം നൊന്ത് സതീദേവി യാഗാഗ്നിയിൽ ചാടി അന്തർദാനം ചെയ്തു. സതീദേവിയുടെ വിയോഗത്തിൽ കോപാകുലനായ പരമശിവൻ തൻ്റെ ജട പിടിച്ച് നിലത്തെറിഞ്ഞപ്പോൾ അതിൽ നിന്നും വീരഭദ്രൻ ഉയർന്നു വന്നു. വീരഭദ്രൻ ചെന്ന് ദക്ഷൻ്റെ തലയെടുത്തു. ശിവന്റെ ഭൂതഗണങ്ങൾ യാഗഭൂമിയാകെ അലങ്കോലമാക്കി. വിഭ്രാന്തരായ ദേവന്മാർ വിഷ്ണു ഭഗവാനെയും ബ്രഹ്മാവിനെയും കൂട്ടി ശിവഭഗവാനെ ചെന്നുകൊണ്ട് ശാന്തനാക്കി. അതിനുശേഷം ഭഗവാന്റെ അനുവാദത്തോടെ ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി എന്നാണ് ഐതിഹ്യം. വിശാഖം നാളിലെ ഭണ്ഡാര എഴുന്നള്ളിപ്പിന് മുൻപും മകം നാൾ ഉച്ചശേവേലിക്ക് ശേഷവും ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല.
ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ നടത്തിയ പ്രധാന അഭിഷേകങ്ങളിൽ ഒന്നായിരുന്നു ഇളനീരാട്ട്. അതുകൊണ്ട് തന്നെ ഇളനീരഭിഷേകത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. നെയ്യാട്ടം, ഭണ്ഡാരം എഴുന്നള്ളത്ത്, കലംവരവ്, കലശാട്ടം എന്നിവയാണ് മറ്റു പ്രധാന ചടങ്ങുകൾ. ഇവിടെ കാണുന്ന കല്ലുകൾ ഒന്നിനുമേൽ ഒന്നായി വെച്ച് തൊഴുതു പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറുമെന്നാണ് വിശ്വാസം. കൊട്ടിയൂരിൽ മാത്രം കാണാവുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഓടപ്പൂക്കൾ. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ദീക്ഷ ഭരിച്ചതിന് ശേഷമാണ് തലയെടുത്തത്. ഈ ദീക്ഷയാണ് ഓടപ്പൂക്കളായി പ്രദാനം ചെയ്യുന്നത്. വൈശാഖോത്സവത്തിന് വേണ്ടി അക്കരെ കൊട്ടിയൂർ നട തുറക്കുമ്പോൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നട അടച്ചിരിക്കും. വൈശാഖോത്സവം കഴിഞ്ഞ് അക്കരെ കൊട്ടിയൂർ നട അടയ്ക്കുമ്പോൾ മാത്രമേ ഇക്കരെ കൊട്ടിയൂർ നട തുറക്കാറുള്ളൂ. എങ്കിലും ഇക്കരെ കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് ഭക്തർ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലും പോയി തൊഴുതു വരാറുണ്ട്. നെയ്യമൃതമായി എത്തുന്ന ഭക്തജനങ്ങൾ തങ്ങളുടെ ജന്മഭാവങ്ങൾ യാഗാഗ്നിയിൽ അലിയിച്ചു കളഞ്ഞ് സായുജ്യമടങ്ങി മടങ്ങുന്നു.